നമസ്കാരം സുഹൃത്തുക്കളെ, സീക്രട്ട് വിസ്ഡത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ വിരലിൽ തൂങ്ങി നടന്നിരുന്ന, നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ കുട്ടി വളർന്നു വരുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാതാപിതാക്കൾ എന്ന നിലയിൽ സ്നേഹക്കൂടുതൽ കൊണ്ട് നാം ചെയ്യുന്ന ചില തെറ്റുകൾ കുട്ടികളുടെ മുന്നിൽ നമ്മുടെ ബഹുമാനം കുറയ്ക്കുന്നു എന്നത് ഒരു കയ്പുള്ള സത്യമാണ്. ആധുനിക പാരന്റിംഗ് രീതികൾ പറയുന്നത് കുട്ടികളുടെ സുഹൃത്തുക്കളാവുക, അവരോടെല്ലാം തുറന്നു പറയുക എന്നാണ്. എന്നാൽ എല്ലാം തുറന്നു പറയുന്നത് ശരിക്കും സ്നേഹമാണോ, അതോ ബന്ധത്തിന്റെ അടിത്തറ തകർക്കുന്ന തെറ്റാണോ? ചാണക്യനീതിയും മനഃശാസ്ത്രവും പറയുന്നത് സമത്വം വരുന്നിടത്ത് അച്ചടക്കത്തിന്റെയും ബഹുമാനത്തിന്റെയും അതിർവരമ്പുകൾ മായുന്നു എന്നാണ്. കുട്ടികൾക്ക് ആവശ്യം ഒരു സുഹൃത്തിനെയല്ല, മറിച്ച് ശക്തനായ ഒരു വഴികാട്ടിയെയാണ്. മാതാപിതാക്കൾ അല്പം നിഗൂഢതയും നിയന്ത്രണവും പാലിക്കേണ്ടത് കുടുംബത്തിന്റെ കെട്ടുറപ്പിന് അത്യാവശ്യമാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ചാണക്യനീതി പ്രകാരം മാതാപിതാക്കൾ കുട്ടികളോട് ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ലാത്ത ആ രഹസ്യങ്ങളാണ്. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ രഹസ്യം മറ്റുള്ളവരെ കുറിച്ചുള്ള നെഗറ്റീവ് സംസാരങ്ങളാണ്. ഇതൊരു ചെറിയ കാര്യമാണ് എന്ന് തോന്നാം, പക്ഷെ ഇതൊരു കുട്ടിയുടെ ജീവിതം മൊത്തം രൂപപ്പെടുത്തുന്ന ഒരു അദൃശ്യ ശക്തിയാണ്. നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കുറിച്ച് അടഞ്ഞ മുറിയിലിരുന്ന് എങ്ങനെ സംസാരിക്കുന്നു എന്നതും കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികൾ ഒരു ക്യാമറ പോലെയാണ്. ഓരോ ദൃശ്യവും, ഓരോ ശബ്ദവും, ഓരോ ഭാവവും ആ കൊച്ചു മനസ്സ് രേഖപ്പെടുത്തി വെക്കുന്നു. ബന്ധുക്കളെ, അയൽക്കാരെ, സുഹൃത്തുക്കളെ കുട്ടികളുടെ മുന്നിൽ വെച്ച് പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഇകഴ്ത്തി കാട്ടുകയോ ചെയ്യുമ്പോൾ ഒരാളെ പുറകിൽ നിന്ന് വിമർശിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണെന്ന് ആ കുട്ടി ഉൾക്കൊള്ളുന്നു. ആ ഉൾക്കൊള്ളൽ ഒരിക്കൽ അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നു. കുട്ടികൾ ബഹുമാനം പഠിക്കുന്നത് ഒരിക്കലും വാക്കുകളിലൂടെ മാത്രമല്ല. ബഹുമാനിക്കണം എന്ന് 100 തവണ പറഞ്ഞതുകൊണ്ട് ഒന്നും നടക്കില്ല. അവർ ബഹുമാനം ഉൾക്കൊള്ളുന്നത് വീടിനുള്ളിലെ അന്തരീക്ഷത്തിലൂടെയാണ്, ആ ചുമരുകൾക്കുള്ളിൽ നടക്കുന്ന ഓരോ കാര്യത്തിലൂടെയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഇരുന്ന് മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുന്ന കുട്ടി നാളെ ആ കുട്ടി വളരുമ്പോൾ അവന്റെ കൂട്ടുകാരുടെ ഇടയിലിരുന്ന് നിങ്ങളുടെ കുറ്റങ്ങൾ, നിങ്ങളുടെ ദൗർബല്യങ്ങൾ, നിങ്ങളുടെ രഹസ്യങ്ങൾ ഒട്ടും മടിക്കാതെ ഉറക്കെ വിളിച്ചു പറയും. ആ നിമിഷം നിങ്ങൾ ഒരുക്കി വെച്ചത് ആരെന്ന് ഓർക്കണം. നിങ്ങളുടെ വാക്കുകളാണ് കുട്ടിയുടെ ഭാവി എഴുതുന്നത്. ഓരോ വാക്കും ഒരു വിത്താണ്. ഏത് മണ്ണിൽ ഏത് വിത്ത് വിതയ്ക്കുന്നു എന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. രണ്ടാമത്തെ, ഒരുപക്ഷെ ഏറ്റവും അപകടകരവുമായ രഹസ്യം നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയാണ്. പല മാതാപിതാക്കളും ഇക്കാര്യത്തിൽ 2 തരം തെറ്റ് ചെയ്യുന്നു. ഒന്നുകിൽ അമിതമായ ആഡംബരം കാണിക്കും, അല്ലെങ്കിൽ അമിതമായ ദുരിതം വർണ്ണിക്കും. ഈ രണ്ടും ഒരേ അളവിൽ, ഒരേ ആഴത്തിൽ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുന്ന ആയുധങ്ങളാണ്. പണം ധാരാളം ഉണ്ടെന്നറിയുന്ന കുട്ടിയുടെ മനസ്സിൽ അധ്വാനിക്കാനുള്ള ആ ആന്തരിക അഗ്നി, ആ ജ്വലിക്കുന്ന ആഗ്രഹം, ആ ഉൾക്കൊള്ളുന്ന ആവേശം ഒരു ദിവസം പതുക്കെ നിശബ്ദമാകും, അണഞ്ഞുപോകും. എല്ലാം തയ്യാറാണ്, വീടുണ്ട്, പണമുണ്ട്, ഭാവിയുണ്ട്, പിന്നെ ഞാൻ എന്തിന് ഇത്ര കഷ്ടപ്പെടണം എന്ന ആ ഒരൊറ്റ ചിന്ത ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കും. മറുവശത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് സംസാരിക്കുന്നത് കുട്ടിയിൽ ഒരു സ്ഥിരമായ ആശങ്കയുണ്ടാക്കും, ഭാവിയോടുള്ള ഭയമുണ്ടാക്കും. ജീവിതം അടിസ്ഥാനപരമായി ഒരു അഭദ്ര ഇടമാണ് എന്നൊരു ആന്തരിക വിശ്വാസം ആ കുഞ്ഞു മനസ്സിൽ ഉറയ്ക്കും. കുട്ടിക്ക് മാതാപിതാക്കൾ ഒരു സംരക്ഷണ കവചമാണ്, ഒരു ദൃഢമായ ചുമരാണ്. ആ ചുമര് ദുർബലമാണ് എന്നത് ഒരു നിമിഷം ആ കുട്ടിക്ക് തോന്നിയാൽ ആ ഒറ്റ നിമിഷം ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് സുരക്ഷിതത്വം ബോധം ശാശ്വതമായി ഒഴിഞ്ഞുപോകും. ആ ശൂന്യത നികത്താൻ ഒരിക്കലും കഴിഞ്ഞേക്കില്ല. മൂന്നാമത്തെ കാര്യം, ഒരുപക്ഷെ ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുമായ കാര്യം. പല മാതാപിതാക്കളും ഒട്ടും ഉദ്ദേശ്യമില്ലാതെ ശുദ്ധമായ സ്നേഹം കൊണ്ട് തങ്ങളുടെ പൂർത്തിയാക്കാനാവാത്ത സ്വപ്നങ്ങൾ കുട്ടികളിൽ ഒരു അദൃശ്യ ഭാരമായി അടിച്ചേൽപ്പിക്കുന്നു. എനിക്ക് ഡോക്ടറാകാൻ കഴിഞ്ഞില്ല, പക്ഷെ എന്റെ മകനാകണം. ഈ വാക്കുകൾ ഒരു ആഗ്രഹമാണെന്ന് തോന്നും, പക്ഷേ ഇതൊരു കുട്ടിയുടെ ഉൾക്കൊള്ളലിൽ ഒരു ഭാരമായി ഇറങ്ങിക്കൂടുന്ന ഒരു ആജ്ഞയാണ്. ആ ആജ്ഞ ഓരോ ദിവസവും കൂടുതൽ ഭാരമേറി ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തെയും ഭാരിച്ച ഒന്നാക്കി മാറ്റും. ആ ഭാരത്തിനടിയിൽ ആ കുട്ടിയുടെ സ്വന്തം വ്യക്തിത്വം, സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം കഴിവുകൾ ഒരൊറ്റ ദിവസം പോലും വെളിച്ചം കാണാതെ ഇരുളടഞ്ഞ് ഉള്ളിൽ ഒടുങ്ങിപ്പോകും. ചാണക്യനീതി ഒരു കാര്യം തീർത്തും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്: കുട്ടിയുടെ കഴിവ് തിരിച്ചറിയുക, ആ കഴിവ് വളർത്തുക. സ്വന്തം സ്വപ്നങ്ങൾ അടിച്ചേൽപ്പിക്കുക അല്ല ഒരു മഹാൻ ചെയ്യേണ്ടത്. ഓർക്കണം, ഓരോ കുട്ടിയും ഒരു പുതിയ കഥയാണ്. ആ കഥ ഇനിയും എഴുതപ്പെടാനിരിക്കുന്നു. ഒരിക്കലും ആർക്കും മുഴുവൻ വായിക്കാൻ കഴിയാത്ത ഒരു അത്ഭുത ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം നിങ്ങൾ ഇഷ്ടം പോലെ എഴുതാൻ ശ്രമിക്കരുത്. നാലാമത്തെ കാര്യം, ഒരുപക്ഷെ ഒരു കുട്ടിയുടെ മനസ്സിനെ ഏറ്റവും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന കാര്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ, പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ. ഇവ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ അരങ്ങേറരുത്.
കുട്ടികൾ മാതാപിതാക്കളെ ഹീറോകളായി കാണുന്നു, ശക്തരായ, തെറ്റില്ലാത്ത, അജേയരായ ഹീറോകളായി. ആ ചിത്രം ഒരു ദിവസം തകരുമ്പോൾ ആ തകർച്ചയുടെ ഒച്ച ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഭൂകമ്പം പോലെ പ്രതിധ്വനിക്കും. ആ ഒച്ച ഒരിക്കലും മരിക്കില്ല. ആ ദൃശ്യം കണ്ട കുട്ടി ഒരു ജഡ്ജാകാൻ നിർബന്ധിതനാകുന്നു. ആരെ പിന്തുണയ്ക്കണം, ആരോട് ദേഷ്യപ്പെടണം, ആരോട് ഒരുമിച്ച് കരയണം, ഇതൊന്നും അറിയാതെ ആ നിരർത്ഥകമായ ആശയക്കുഴപ്പത്തിൽ ആ കൊച്ചു ഹൃദയം ഒരു ഇരുട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. പ്രശ്നങ്ങൾ കിടപ്പറയ്ക്കുള്ളിൽ തീർക്കണം, ലിവിംഗ് റൂമിലല്ല, ഡൈനിങ് ടേബിളിലല്ല. കുട്ടി ഉറക്കം നടിച്ചു കിടക്കുന്ന ആ ഇരുളിൽ തീർക്കരുത്. കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ എക്കാലവും ഒരൊറ്റ ടീമായി നിൽക്കണം, ഒരൊറ്റ ശക്തിയായി, ഒരൊറ്റ ചുമരായി, ഒരൊറ്റ ആകാശമായി. 5ാമത്തെ കാര്യം, മക്കൾക്ക് ജീവിതത്തിലെ പാഠങ്ങൾ പഠിപ്പിക്കണം. അത് ഉത്തരവാദിത്വമാണ്, ശരിയാണ്. എന്നാൽ ആ ലക്ഷ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിലെ ഇരുണ്ട ഏടുകൾ മുഴുവൻ, അതിന്റെ ഓരോ വിശദാംശവും, ഓരോ ദൗർബല്യവും, ഓരോ ലജ്ജയും കുട്ടിയുടെ മുന്നിൽ ഒന്നൊന്നായി നിരത്തിവെക്കേണ്ടതില്ല. ഇതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബഹുമാനമാണ്. ആ ചെറിയ ഹൃദയം കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ബന്ധമാണ്. പക്ഷെ ഉണ്ടാകുന്നത് നേർ വിപരീതമാണ്. കുട്ടിയുടെ നിമിഷം ബഹുമാനിക്കുന്നതിന് പകരം നിങ്ങളെ വിലയിരുത്താൻ തുടങ്ങും. ഒരു ന്യായാധിപന്റെ ഭാവത്തിൽ, ഒരു ചോദ്യകർത്താവിന്റെ ഭാവത്തിൽ. ഇത്ര തെറ്റ് ചെയ്ത ഒരാൾ ഇന്ന് എന്നോട് ഉപദേശിക്കാൻ ഒരു അർഹതയുണ്ടോ എന്ന ചോദ്യം ഒരിക്കൽ ആ മനസ്സിൽ ഉദിച്ചാൽ ആ ചോദ്യം ഒരിക്കലും ഒഴിഞ്ഞുപോകില്ല. നിങ്ങളുടെ തെറ്റുകളുടെ വിശദാംശങ്ങൾ രഹസ്യമായി വെക്കുക. ആ വേദനകൾ ഉള്ളിൽ സൂക്ഷിക്കുക. പക്ഷെ ആ വേദനകൾ നൽകിയ പാഠങ്ങൾ, ആ അനുഭവം ചുട്ടിയൊരുക്കി നൽകിയ ജ്ഞാനം, അതുമാത്രം കുട്ടിക്ക് കൈമാറുക. 6ാമത്തെ കാര്യം, ഒരു കുട്ടിയുടെ ബാല്യകാലത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം. നിങ്ങളുടെ ഭയങ്ങൾ, നിരാശകൾ, ആന്തരിക ദൗർബല്യങ്ങൾ, ഒറ്റപ്പെടലിന്റെ വേദനകൾ, ഇവ കുട്ടികളോട് മുഴുവൻ ഒഴുകുന്ന ഒരു നദി പോലെ തുറന്നൊഴുക്കുമ്പോൾ ആ കൊച്ചു ജീവൻ നേരത്തെ വളരാൻ നിർബന്ധിതനാകുന്നു. ഒരു 7 വയസ്സ് കുട്ടി, ഒരു 10 വയസ്സ് കുട്ടി. ആ കൊച്ചു മനസ്സ് ഒരു ബാലനാകേണ്ടവൻ, ഒരു ലോകമുള്ളിൽ ആഘോഷിക്കേണ്ടവൻ, പകരം നിങ്ങളുടെ ഭയങ്ങളുടെ ഭാരം ചുമക്കുന്ന ഒരു ചെറിയ മനുഷ്യനായി ഒടുങ്ങുന്നു. ആ ബാല്യം ഒരിക്കലും തിരിച്ചു വരില്ല. ആ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയില്ല. കുട്ടിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അറിയേണ്ടതുണ്ട്. ജീവിതം പൂർണ്ണ സൗഭാഗ്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. പക്ഷെ ആ കുട്ടിക്ക് ആ നിമിഷം ആവശ്യം ആത്മവിശ്വാസമാണ്, ഒരു ഉറപ്പാണ്, ഒരു ദൃഢതയാണ്. നമുക്കിത് ഒരുമിച്ച് നേരിടാം എന്ന ആ ഒറ്റ വാക്ക്, ആ ഒറ്റ സന്ദേശം ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു ദീപം കത്തിക്കും. ആ ദീപം കെടില്ല. 7ാമത്തെ, അവസാനത്തെ, ഒരുപക്ഷെ ആർക്കും ഒരിക്കലും തെറ്റായി തോന്നാത്ത കാര്യം, നിങ്ങൾ ചെയ്യുന്ന ദാനങ്ങൾ. ബന്ധുക്കൾക്ക് നൽകുന്ന സഹായങ്ങൾ, ആരോടെങ്കിലും കാണിക്കുന്ന ഉദാരത, ഇവയെല്ലാം കുട്ടികളോട് വിശദമായി ആഘോഷമായി പങ്കിടേണ്ടതില്ല. ഞാൻ ഇന്ന് ഇത്ര കൊടുത്തു, ഞാൻ ഇന്ന് ഇത്ര ചെയ്തു എന്ന് ആഘോഷിക്കുമ്പോൾ ആ ദാനത്തിന്റെ നിർമ്മലത ആ നിമിഷം ക്ഷയിക്കുന്നു. കുട്ടി ആ കണ്ടുപഠിക്കുന്നതോ ദയ ഒരു അഭ്യാസ പ്രദർശനമാണെന്നത്. ആ തെറ്റിദ്ധാരണ ഒരിക്കൽ ഉൾക്കൊണ്ടാൽ ആ കുട്ടി ഒരു ദിവസം ആരും കാണാതെ ഒരു ദയ ചെയ്ത് ആ ദയ ആരും അറിഞ്ഞില്ലല്ലോ എന്ന് ദൗർഭാഗ്യ ഭാവത്തോടെ ഇരിക്കും. ദാനം നിശബ്ദമായിരിക്കണം. ഇരുട്ടിൽ വിരിയുന്ന ഒരു പൂ പോലെ, ആരും കാണില്ല, ആർക്കും അറിയില്ല. പക്ഷെ ആ മണം ലോകം മൊത്തം നിറയ്ക്കും. കരുണ പഠിപ്പിക്കേണ്ടത് ആ കുട്ടി ഒരു ദിവസം തന്റെ സ്വന്തം ഹൃദയം കൊണ്ട് ദയ അനുഭവിക്കുന്ന ആ നിമിഷത്തിലൂടെയാണ്. നിങ്ങളുടെ ദാനങ്ങളുടെ കണക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ് മുറിയിലൂടെയല്ല. ഇനി ഒരു ബോണസ് പോയിന്റ്. ഇതൊരു ചെറിയ വാക്കാണ്, പക്ഷെ ഈ ഒരൊറ്റ ശീലം ഒരു കുട്ടിയുടെ ജീവിതം മൊത്തം ഇരുണ്ടതാക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ആ ശീലമാണ് താരതമ്യം. നിന്റെ ചങ്ങാതീത ഇത്ര മാർക്ക് വാങ്ങി, നീ എന്ത് ചെയ്തു? ആ വീട്ടിലെ മോള് നോക്കൂ, എത്ര നന്നായി പെരുമാറുന്നു. ഇത്തരം ഓരോ വാക്കും ഓരോ ശരമാണ്. ആ ശരം ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ ഹൃദയത്തിൽ ഒന്നൊന്നായി ആഴ്ന്നിറങ്ങുന്നു. ഓരോ കുട്ടിയും അതിൻ്റെതായ വേഗതയിലാണ് വളരുന്നത്, അതിൻ്റെതായ ദിശയിലാണ് തിളങ്ങുന്നത്. ഒരേ അളവുകോൽ കൊണ്ട് ഓരോ കുട്ടിയെയും അളക്കാൻ ശ്രമിക്കുന്നത് ഒരു ഒറ്റ ആകൃതി, ആ ഓരോ ജീവനിലും ബലമായി കുത്തിച്ചേർക്കാൻ ശ്രമിക്കുന്നത് ഒരു ക്രൂരതയാണ്. പാരന്റിംഗ് എന്നത് ഒരു നിയന്ത്രണമല്ല, ഒരു കലയാണ്. സ്നേഹവും ദൃഢതയും ഊഷ്മളതയും അതിർവരമ്പും ഒരുമിച്ച് ചേർന്ന് നടക്കുന്ന ഒരു ബൃഹത് കല. ആ കലയിൽ ഓരോ തിരുത്തലും ഓരോ ഗ്രഹണമാണ്. ഇന്ന് നാം ഒരുമിച്ച് ചർച്ച ചെയ്ത ഈ 7 കാര്യങ്ങൾ ഒരു ദിവസം ഒന്നൊന്നായി ജീവിതത്തിൽ ഉൾക്കൊള്ളൂ. ഈ ഓരോ ചുവടും നിങ്ങളുടെ കുടുംബം ബലപ്പെടുത്തുന്നതിന്റെ ശ്രവ്യ അടയാളമാണ്. ഒരു ബലമായ കുടുംബം, ഒരു ദൃഢമായ ആന്തരിക ബന്ധം, ഒരു ജ്ഞാനം നിറഞ്ഞ ഭാവി, ഇതൊക്കെ ഒരു ദൂര ലക്ഷ്യമല്ല. ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന ഓരോ ചെറിയ ശ്രദ്ധയിൽ നിന്ന് ജനിക്കുന്ന ഒരു നിത്യ സൗഭാഗ്യമാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നവർ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ കാര്യങ്ങൾ ഒരു മാതാപിതാക്കൾ കൂടി അറിയേണ്ടതുണ്ട് എന്ന് തോന്നുന്നവർ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരൊറ്റ ഷെയർ ഒരു കുടുംബത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയേക്കാം.
സീക്രട്ട് വിസ്ഡം ഇനിയും കൂടുതൽ ജ്ഞാന ഉള്ളടക്കവുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഈ ചാനൽ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.